കൊടും ചൂടിൽ സംസ്ഥാനം കനത്ത ജാഗ്രതയിൽ. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 2 കുട്ടികൾക്ക് സൂര്യാതപം ഏറ്റു. ഇതിങ്ങനെ കുട്ടീനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ വെയിലത്ത് കൂടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഓടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഒരു പുളകമായിട്ടാണ് ആദ്യം വന്നത്. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വലുതായ ഒരു പുളക പൊട്ടിയിട്ട് വലിയ മുറിയ പോലെയാണ് കണ്ടത്. അപ്പം അങ്ങനെ വല്ല അലർജി ആയിട്ട് ഇവിടെ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് വല്ല അലർജി ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പം ഇന്നലെ ഇങ്ങനെ PHCയിൽ കൊണ്ടുപോയപ്പോഴാണ് പറഞ്ഞത്. ചൂടിന് പുറമെ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയെ തുടർന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ആണ് അതീവ ജാഗ്രതാ നിർദ്ദേശം. മേഘന മുരളി, നിഖിൽ പരമേശ്വരൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മേഘനയിലേക്കാണ്. മേഘന, അസാധാരണമായ ചൂട്, ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഈ അൾട്രാ വയലറ്റ് സൂചിക മുന്നറിയിപ്പ്. എന്തൊക്കെയാണ് അലർട്ടുകൾ, എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് മേഘന? ഹാഷ്മി, കടുത്ത ചൂടാണ്. അത് 7 മണി സമയമാകുമ്പോഴേക്ക് തന്നെ നമ്മളിങ്ങനെ വിയർത്ത് കുളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മുന്നേ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചൂടാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇന്ന് 3 ജില്ലകൾക്കാണ് ഉയർന്ന താപനിലയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകൾക്കാണ് ഈ ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. അതിൽ പ്രധാനമായും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത് വരും ദിവസങ്ങളിലും ഇതേപോലെ തന്നെ ഈ 3 ജില്ലകളിലുള്ളതുപോലെ തന്നെ ഉഷ്ണതരംഗ സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അതിൽ കർശന നിർദ്ദേശം നൽകുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതിൽ സംസ്ഥാനത്തെ ഈ ഒരു തവണ 41.9% പാലക്കാട് രേഖപ്പെടുത്തിയതാണ് ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത്. ഇന്നും പാലക്കാട് 40 വരെ താപനില എത്താമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കൊല്ലവും തൃശൂരും 40 വരെയും അല്ലെങ്കിൽ 40-ഉം 39-ഉം ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എത്താമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു കണക്കായി പറയുന്നത്. അതിൽ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചായക്കടയിലാണ്. എന്തുകൊണ്ട് ഈ വേനൽക്കാലത്ത് ചായക്കടയിൽ എന്ന് ചോദിച്ചാൽ ഇവർക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. കാരണം വേനൽക്കാലത്ത് കൂടുതൽ പേരും ആശ്രയിക്കുന്നത് ഈ തണുത്ത വെള്ളത്തെയൊക്കെ ആയിരിക്കും. ചേട്ടാ, ചായ ആവശ്യക്കാർ കുറയുന്നുണ്ടോ? ചൂട് കാരണം കുറവുണ്ട്. ചൂട് കാരണം കുറവുണ്ട്. ഭയങ്കര ചൂടല്ലേ? ചൂട് ഭയങ്കര ചൂട്. ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജോലി ചെയ്യാൻ ഭയങ്കര ചൂട്. മൊത്തം മൊത്തം ചൂട്. ചേട്ടൻ ഇപ്പോഴേ വേർത്തിട്ടുണ്ട്. വേർത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഹാഷ്മി, ഇതിൽ ഞാൻ കാണിച്ചു തരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ചായ കച്ചവടക്കാരാണ്. ഈ കിഴക്കേക്കോട്ടയിലൊക്കെയുള്ള ചായ കച്ചവടക്കാർ നിരവധി, അവർ ഈ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. കാരണം പലരും ഈ ചായയൊക്കെ വിട്ട് മോരുവെള്ളവും അതുപോലെ തന്നെ തണുത്ത വെള്ളവും ഒക്കെ കുടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നിർജ്ജലീകരണം അടക്കമുള്ള ഒഴിവാക്കാൻ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ, ഒരു സെൽഫ് ലോക്ക്ഡൌൺ തന്നെ കൃത്യമായും നമ്മൾ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പറയുന്നത്. മറ്റൊരു വശത്ത് മോര് കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. ഈ ചേച്ചി ഇവിടെ വേനൽക്കാലം മഴക്കാലം എന്നില്ലാതെ മോര് വിൽക്കുന്ന ഒരാളാണ്. ചേച്ചി, കച്ചവടം കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. വേനലായതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. വെയിൽ കൂടുതൽ, ചൂട് കൂടുതലായതുകൊണ്ട് ആളുകൾ കൂടുതൽ വരണുണ്ട്. മോരിന്റെ ആവശ്യക്കാർ കൂടുതലാണ്. എല്ലാവരും എന്താ പറയുന്നത് വരുന്നവര്? ചൂട് കൂടുമ്പോ ഓരോരുത്തർ 1 കുടിക്കണവർ 2 വെച്ച് 3 വെച്ച് കുടിക്കും. പാഴ്സലും പോകും. ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജോലി എന്ന് വെച്ചാൽ ഇപ്പം ചൂടും കൂടെ ആയതുകൊണ്ട് കുഴയും. എന്നാലും കുഴപ്പമില്ല, കൊടുക്കാനൊരു രസമാണ്. ചേച്ചിക്ക് മോര് കുടിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ 1-2 കുടിക്കും. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. പല വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. നമ്മൾ പറയുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല. കാരണം ഇവിടെ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ ചൂടാണ്. അത് വരുന്ന ദിവസങ്ങളിലും 28-ാം തീയതി വരെ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അത് കൊല്ലം അടക്കമുള്ള പാലക്കാടും തൃശൂരും അടക്കമുള്ള ജില്ലകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിനുശേഷം വേനൽ മഴയ്ക്കുള്ള ഒരു സാധ്യത സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. വേനൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ ചൂടിനൊരു ആശ്വാസമാകും. തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിട്ടുണ്ട്. അംഗനവാടികൾക്ക് ഒരാഴ്ചയ്ക്ക് അവധി നൽകിയിട്ടുണ്ട്. എന്തായാലും കർശന നിർദ്ദേശം, അത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികളെ സൂക്ഷിക്കണം. പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 10:30 ആകുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇവിടെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ കുറച്ചിട്ടുണ്ട്. ചേട്ടാ, വലിയ ചൂടാണോ? ഇന്ന് ചൂട് കുറവുണ്ട്. കുറവാണ്. ഇന്നലെ മഴ പെയ്തോണ്ടാണ്. അതെ, ആയിരിക്കാം. ഇന്നൊരു കാർമേഘം കൊണ്ട് ഇന്ന് മഴയുടെ ലക്ഷണം കാണുന്നുണ്ടല്ലോ. മഴ പെയ്ത ആശ്വാസം. പിന്നല്ലാതെ ജോലി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ഓഫീസിൽ വന്നതാ, തിരക്കായിട്ട് ഇങ്ങനെ നിൽക്കുക.
അശ്മി പറയും പോലെ ഇന്നലെ ഇവിടെ ചെറിയൊരു മഴ പെയ്തിരുന്നു. അതിന്റെ ചെറിയൊരു ആശ്വാസം മാത്രമാണ് ഉള്ളത്. പക്ഷേ താപനില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. വരും ദിവസങ്ങളിലും ജാഗ്രത പാലിക്കുക. ഉയർന്ന താപനില മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.